യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യാ 55-ന്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. കർത്താവ് അതിനകത്ത് പറയല്ലേ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ സമയം, ഇതാണ് മക്കളെ സൗഖ്യത്തിന്റെ നിമിഷങ്ങൾ, മക്കളെ ഇതാണ് വിടുതലിന്റെ നിമിഷങ്ങൾ, ഇതാണ് അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷമാണ് ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നീ ഇരിക്കുന്ന നിമിഷങ്ങൾ. നിന്റെ ജീവിതത്തെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ഈ കർത്താവിന് പറ്റും. നീ അത്ഭുതം കാണൂന്നല്ല, നീ ഒരു അത്ഭുതമായിട്ട് മാറും നീ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ. കൂട്ടിച്ചേർക്കുകയാണ്, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ. നമ്മുടെ കർത്താവ് ഇത്ര അടുത്ത് ആയിരിക്കുന്നത് പോലെ വേറെ ഏത് ശ്രേഷ്ഠ ജനതയ്ക്കാ ഈ യോഗ്യതയുള്ളത്? നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തല്ലേ നമ്മുടെ കർത്താവ്? നമ്മൾ കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അടുത്ത് കർത്താവില്ലേ? അത്ര അടുത്ത് കർത്താവില്ലേ? നമ്മൾ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് അടുത്ത് വന്നിട്ട് പറയും, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ഇത്ര അടുത്ത് ഒരു ദൈവമുള്ള വേറെ ഏത് ജനതയാവുള്ളേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ എന്ന് പറഞ്ഞാൽ, മക്കളെ നമ്മുടെ അരികെ കർത്താവുണ്ടല്ലോ, ഇത് നമ്മൾ കർത്താവിനെ വിളിക്കേണ്ട സമയമാണ്. അലസരായിട്ടിരിക്കേണ്ട സമയമല്ല, അങ്ങോട്ടും നോക്കിയിരിക്കേണ്ട സമയമല്ല. ഈ നിമിഷങ്ങൾ സ്വർഗം നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. ഈ നിമിഷം നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണല്ലോ വഴിയോരത്തിരുന്ന ബർത്തിമയോസ് അന്ധയാചകൻ അവന്റെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നത് യേശുവാണെന്ന് അവൻ കണ്ടില്ല, കേട്ടിട്ടുണ്ടായിരിക്കും യേശുവിനെ കുറിച്ച്, സൗഖ്യം നൽകുന്നവനാണെന്നൊക്കെ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് വിളിച്ചു പറയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. കേട്ടവരൊക്കെ വന്നിട്ട് പറഞ്ഞു, മിണ്ടാരിടാ, നിശബ്ദമായിരിക്കെ. അവനെ എത്രമാത്രം നിശബ്ദനാക്കാൻ അവർ ശ്രമിച്ചുവോ കൂടുതൽ ഉച്ചത്തിൽ അവൻ കർത്താവിനെ വിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. കാരണം അവൻ അറിയാമായിരുന്നു, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് എൻ്റെ രക്ഷയുടെ സമയം, ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ എൻ്റെ കൺമുമ്പിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. നാളെ ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു സാഹചര്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു, കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. മക്കളെ, കർത്താവ് കൂടെയുള്ളപ്പോ കർത്താവിനെ വിളിക്കേ. കർത്താവ് നിന്റെ ചാരയുള്ളപ്പോൾ നീ കർത്താവിനെ വിളിക്കേ. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. ദുഷ്ടൻ തന്റെ ദുഷ്ടമാർഗവും അധർമ്മി തന്റെ അധർമ്മം വെച്ചുള്ള ചിന്താഗതികളും എല്ലാം ഉപേക്ഷിക്കട്ടെ. അവിടത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. അവന്റെ കരുണ ലഭിക്കേണ്ടതിന് നീ കർത്താവിങ്കിലേക്ക് തിരിയേ. നിനക്ക് കരുണ വരുന്നത് കർത്താവിൽ നിന്നല്ലേ. നിനക്ക് കരുണ വേണമെങ്കിൽ കർത്താവിങ്കിലേക്കല്ലേ തിരിയണ്ടേ. നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോകും എന്ന് പറയുന്നത് പോലെ നമുക്ക് കരുണ ലഭിക്കാൻ കർത്താവിങ്കിലേക്കല്ലേ, കരുണയുടെ നിറകുടമായ ദൈവത്തെങ്കിലേക്കല്ലേ നമ്മൾ തിരിയണ്ടേ. മക്കളെ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ നിമിഷം. ഈ നിമിഷത്തിൽ നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം ചെയ്യുന്ന സമയമാണ്.
അവന്റെ സാന്നിധ്യത്തിൽ നീ ആയിരിക്കുന്ന നിമിഷം ഈ സാന്നിധ്യത്തിന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. നിന്റെ ഇന്നലകളെ മുഴുവനും വെട്ടിമാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും. വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, വെട്ടിമാറ്റേണ്ടത്, നശിപ്പിച്ചു കളയേണ്ടത്, എല്ലാം കർത്താവിന് പറ്റും. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഈസ് എ ന്യൂ ക്രിയേഷൻ. കർത്താവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. മോളെ, മോനെ, നീ പുതിയ സൃഷ്ടിയാണ്. നീ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയതാണ്. വിശ്വസിക്കുക. കാരണം എന്താ? നീ കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. നിന്റെ കൂടെ ഇപ്പൊ കർത്താവുണ്ട്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. ഇതാ കർത്താവ് നിന്റെ കൂടെയുള്ള സമയം. തമ്പുരാന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ തമ്പുരാന്റെ സ്വാഭാവികമായ പ്രവൃത്തി വെളിപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. തളർവാദ രോഗത്തിന്റെ മേൽ കർത്താവിന്റെ സ്വാഭാവികമായ പ്രവൃത്തി. എഴുന്നേൽക്കാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടന്നു. മരിച്ച് ചീഞ്ഞളിഞ്ഞ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പേ നിന്നിട്ട് ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. അവൻ പുറത്തു വന്നു. മരിച്ചവന് ജീവൻ തിരിച്ചു കൊടുക്കും. അതൊക്കെ തമ്പുരാനെ സംബന്ധിച്ച് സാധ്യമാണ്. അപ്പോ മക്കളെ, ഇതാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ അവന്റെ സാന്നിധ്യത്തിൽ. അതങ്ങോട്ട് വിശ്വസിക്കും. വിശ്വസിച്ചേറ്റെടുക്കുക. എന്താണോ നിന്റെ ജീവിതത്തിൽ നീ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിപ്പോൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. അപ്പോ നാളെ കാണാൻ പറ്റും. ഇന്ന് നീ വിശ്വാസത്തിൽ കാണുന്നത് നാളെ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. അബ്രഹാം പ്രായാധിക്യത്തില് ഭാര്യ വന്ധ്യായിരുന്ന സമയത്ത് കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു, അടുത്ത വസന്തകാലത്ത് വരുമ്പോ ഒരു കുഞ്ഞുണ്ടാവുമെന്ന്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അതങ്ങോട്ട് വിശ്വസിച്ചു. കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചു. റോമാക്കർക്ക് ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ വിശ്വസിക്കാൻ ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും അബ്രഹാം വിശ്വസിച്ചു. അവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. വസന്തകാലത്ത് വന്നപ്പോൾ അവനൊരു കുഞ്ഞുണ്ടായി. എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചത് കാണാൻ അവന്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. മോളെ, മോനെ, നീ വിശ്വസിച്ചോ? വിശ്വസിച്ചെടുക്കുക. തമ്പുരാൻ നിന്റെ ജീവിതത്തിന്റെ മേലും നീ ഈ കർത്താവിന്റെ സാന്നിധ്യത്തിലിരുന്ന് വിശ്വസിക്കുന്നത് വരും നാളുകളിൽ നിന്റെ കണ്ണുകൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ കാണാൻ ഈ കർത്താവ് ഇടവരുത്തും. അതിനെ നീ അന്ന് അത്ഭുതം എന്ന് വിളിക്കും. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്ത സ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ വലിയ സ്നേഹവും കരുണയും നമ്മൾ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഈ ആരാധന നിമിഷം മാത്രമല്ല, ഈ ആരാധനയ്ക്ക് ശേഷം തമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ മേൽ മുദ്രയായിട്ട് ഈ ആശീർവാദത്തിന്റെ സമയത്ത് മാറും. ആ സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ തമ്പുരാനെ ഈ ദിവസക്കാലം ഈ മക്കൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഈ മക്കളുടെ മേൽ നീ കരുണ വർഷിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ പരിശുദ്ധ